മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണീയം രണ്ടാമത് ദശകത്തിൽ മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇന്ന് പറയാം. യത്രൈലോക്യമഹീയസോ വിമഹിതം സമ്മോഹനം മോഹനാൽ കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ളതായിട്ടുള്ള ആ രൂപം ആർക്കാണ് കൗതുകം ഉണ്ടാക്കാത്തത്? അതോടെ പോയി പിന്നെയും പിന്നെയും ഭഗവാനെ ദർശിക്കാനായിട്ടുള്ളതായിട്ടുള്ള ആ മോഹം, താല്പര്യം ആരിൽ തന്നെ ഉണ്ടാക്കാതിരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പ്രധാനമായിട്ടുള്ളത്. ഭഗവാന്റെ രൂപത്തിൻ്റെ ആധിക്യം പറയുകയാണ്, ശ്രേഷ്ഠത പറയുകയാണ് ശ്ലോകത്തിൽ. യത് ത്രൈലോക്യമഹീയസഹ അപി മഹിതം. മഹിതം പൂജ്യമായിട്ടുള്ളത്, എല്ലാവർക്കും പൂജ്യമായിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രൂപം, പൂജിക്കത്തക്കതായിട്ടുള്ളതാണ് ആ രൂപം. എന്താണ് ആ രൂപത്തിൻ്റെ വിശേഷം എന്ന് വെച്ചാൽ, ത്രൈലോക്യമഹീയസഹ അപി മഹിതം. ത്രൈലോക്യത്തിൽ എന്തെല്ലാമാണ് ഏറ്റവും പൂജ്യമായിട്ടുള്ളത് എന്ന് നമുക്ക് തോന്നുന്നത്, അതായത് ഈ മൂന്ന് ലോകത്തിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പൂജിക്കത്തക്കത് എന്ന് നമുക്ക് എന്തിനെയെല്ലാം തോന്നുന്നുണ്ടോ അതിനേക്കാളൊക്കെ പൂജ്യമായിട്ടുള്ളതാണ് ഭഗവാന്റെ രൂപം. എന്താണെന്ന് വെച്ചാൽ ഈ ത്രൈലോക്യത്തിനും ഉപരിയായിട്ടുള്ളതാണ് അദ്ദേഹം. അപ്പോൾ ആ ത്രൈലോക്യത്തിനും ഉപരിയായിട്ടുള്ള ആ ഭഗവാന്റെ മൂർത്തി ഈ മൂന്ന് ലോകത്തിലുള്ളതായിട്ടുള്ള എല്ലാ വസ്തുക്കളെ, പൂജ്യങ്ങളായിട്ടുള്ള എല്ലാ വസ്തുക്കളെക്കാളും പൂജ്യമായിട്ടുള്ളതാണ് എന്ന് പറയാണ്. അങ്ങനെയുള്ള യാതൊന്നാണോ ഉള്ളത്, യത് എന്ന് പറഞ്ഞാൽ യാതൊന്നാണോ മൂന്ന് ലോകങ്ങളിലും വെച്ച് പൂജ്യമായിട്ടുള്ളതിനേക്കാൾ പൂജ്യമായിട്ടുള്ളത്. പിന്നെ സമ്മോഹനം മോഹനാത്, മോഹിപ്പിക്കുന്നത്. കണ്ടാൽ ഇങ്ങനെ നമുക്ക് അത്യധികം മോഹം ഉണ്ടായിത്തീരും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു സ്വയം മറന്നു പോകുന്നതായിട്ടുള്ള ഒരവസ്ഥ, അങ്ങനെയുള്ളതായിട്ടുള്ള വസ്തുക്കൾ അനവധി ഉണ്ടല്ലേ. വളരെ നല്ല കാഴ്ചകൾ കാണുമ്പോൾ അങ്ങനെ നോക്കിയും കൊണ്ട് അങ്ങനെ നിന്നു പോകും, നമ്മളെ തന്നെ മറന്നു പോകും. അങ്ങനെയുള്ളതായിട്ടുള്ള ഒരവസ്ഥ, മോഹിപ്പിക്കുക എന്നുള്ളതായിട്ടുള്ള ഒരു അവസ്ഥ, അതായത് അതിൻ്റെ സൗന്ദര്യ അതിശയം കൊണ്ട് എല്ലാവരെയും മോഹിപ്പിക്കുന്നതായിട്ട് മൂന്ന് ലോകത്തിൽ എന്തെല്ലാം ഉണ്ടോ അവിടെയൊക്കെ ത്രൈലോക്യസ്യ എന്നുള്ളത് എടുക്കണം. മോഹിപ്പിക്കത്തക്കതായിട്ട് എന്താണോ ഉള്ളത് അതിനേക്കാളൊക്കെ മോഹനമായിട്ടുള്ളതാണ് ഭഗവാന്റെ രൂപം. സമ്മോഹനം മോഹനാത്, മോഹനമായിട്ടുള്ളതിനേക്കാൾ സമ്മോഹിപ്പിക്കുന്നതായിട്ടുള്ളതിനേക്കാളൊക്കെ മോഹിപ്പിക്കുന്നതാണ് ഭഗവാന്റെ രൂപം. മോഹിപ്പിക്കുന്നത് എന്തെല്ലാമുണ്ടോ അതിനേക്കാളൊക്കെ മോഹം ഉണ്ടാക്കുന്നതാണ് ഭഗവാന്റെ രൂപം. ഇനി സമ്മോഹനം മോഹനാൽ കാന്തം കാന്തിനിധാനത അപി. കാന്തം മനോഹരമായിട്ടുള്ളത്, ശോഭയുള്ളത്. എന്തിനേക്കാൾ? കാന്തിനിധാനത അപി, മൂന്ന് ലോകത്തിലും എന്തെല്ലാമാണോ ശോഭയുടെ നിധി ആയിട്ടുള്ള, നിധാനം എന്ന് വെച്ചാൽ നിധി തന്നെ, ശോഭ കാന്തി എന്നുള്ളതിൻ്റെ നിധി ആയിട്ട് ലോകത്തിൽ എന്തെല്ലാമുണ്ടോ, അതായത് അത്യധികം ശോഭയുള്ളതായിട്ട് ലോകത്തിൽ എന്തെല്ലാമുണ്ടോ അതിനേക്കാളൊക്കെ കാന്തമാണ്, ശോഭയുള്ളതാണ് ഭഗവാന്റെ രൂപം. കാന്തം കാന്തിനിധാനത അപി മധുരം മാധുര്യധുര്യാദ് അപി. മാധുര്യധുര്യാദ് അപി മധുരം, ഏറ്റവും മാധുര്യത്തിൻ്റെ അങ്ങേയറ്റം, മാധുര്യത്തിൻ്റെ ധുരിയിൽ, അതായത് ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനത്ത് വർത്തിക്കുന്നത്, ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് വർത്തിക്കുന്നത്, അതിനേക്കാളും മധുരമായിട്ടുള്ളതാണ്. മാധുര്യധുര്യാദ് അപി മധുരം, ഏറ്റവും മധുരമായിട്ടുള്ള വസ്തുക്കളെക്കാളും മധുരമായിട്ടുള്ളത്. മാധുര്യധുര്യാദപി മധുരം. ഇനി സൗന്ദര്യോത്തരത അപി സുന്ദരതരം. സൗന്ദര്യോത്തരത,
ഏറ്റവും സൗന്ദര്യമുള്ളതായിട്ടുള്ള വസ്തുക്കൾ, സൗന്ദര്യോത്തരങ്ങളായിട്ടുള്ള വസ്തുക്കൾ, അവയേക്കാളൊക്കെ സൗന്ദര്യോത്തരത അഭി, ഏറ്റവും സൗന്ദര്യമായിട്ടുള്ള സുന്ദരങ്ങളായിട്ടുള്ള വസ്തുക്കളേക്കാൾ ഒക്കെ സുന്ദരതരം, അതിനേക്കാളൊക്കെ സൗന്ദര്യം ഉള്ളതാണ് ഭഗവാന്റെ മൂർത്തി. സൗന്ദര്യോത്തരത അഭി സുന്ദരതരം ത്വദ്രൂപം, അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങയുടെ ആ രൂപം, ആ യത് എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, യത് ത്രൈലോക്യമഹീയ സോഭി എന്നുള്ളത്. ഈ യത് ശബ്ദം, യത്ത് എന്നുള്ളത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയൊക്കെ തത്ത് എന്നുള്ളത് തന്നെത്താൻ വരും എന്നാണ്. ഏതാണോ ഉള്ളത് അത്. അപ്പോൾ ആ തത് അപ്രകാരമുള്ള ഏതാണോ ത്രൈലോക്യമഹീയസഹ അഭിമഹിതം സമ്മോഹനം സമ്മോഹനാദഭിമോഹനം എന്നൊക്കെ യാതൊന്നാണോ ഇങ്ങനെയെല്ലാം ഉള്ളത് അപ്രകാരമുള്ള തത്, ആ അപ്രകാരമുള്ളതായിട്ടുള്ള ത്വദ്രൂപം, അങ്ങയുടെ മൂർത്തി, അങ്ങയുടെ ഈ സ്വരൂപം, ത്വദ്രൂപം ആശ്ചര്യത അപി ആശ്ചര്യം, അത് ആശ്ചര്യം, വളരെ ആർക്കും ആശ്ചര്യം ഉണ്ടാക്കുന്നതായിട്ടുള്ള ആശ്ചര്യം ഉണ്ടാക്കുന്നതാണ് അങ്ങയുടെ ശരീരം. എങ്ങനെയുള്ളത്? ആശ്ചര്യത അപി ആശ്ചര്യം, ആശ്ചര്യമായിട്ടുള്ളതിനേക്കാൾ എല്ലാതും, അല്ലെങ്കിൽ ആശ്ചര്യത്തിനേക്കാൾ തന്നെ ആശ്ചര്യമായിട്ടുള്ളതാണ് എന്ന് പറയാണ്. ത്വദ്രൂപം ആശ്ചര്യത അപി ആശ്ചര്യം, ആശ്ചര്യത്തിനേക്കാൾ കൂടി ആശ്ചര്യമായിട്ടുള്ളതാണ് അങ്ങയുടെ ഈ ശരീരം. അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങയുടെ ഈ ശരീരം, തത് രൂപം, തത് അപ്രകാരമുള്ളതായിട്ടുള്ള ത്വദ്രൂപം, അവിടത്തെ രൂപം, കസ്യ കുതുകം ന പുഷ്ണാതി, കസ്യ ആർക്കാണ് കുതുകത്തെ വർദ്ധിപ്പിക്കാത്തത്? പുഷ്ണാദീച്ച വർദ്ധിപ്പിക്കുന്നു. ആർക്കാണ് കൗതുകത്തെ വർദ്ധിപ്പിക്കാതിരിക്കുന്നത്? അതായത് ഭഗവാനെ എപ്പോഴും കാണാനും വീണ്ടും വീണ്ടും കാണുന്നതിനും ആ അദ്ദേഹത്തിൻ്റെ രൂപത്തെക്കുറിച്ച് കേൾക്കുന്നതിനും ധ്യാനിക്കുന്നതിനും ഉള്ളതായിട്ടുള്ള അത്യധികമായിട്ടുള്ള താല്പര്യം ആരിലാണ് വർദ്ധിപ്പിക്കാതിരിക്കുന്നത്? വീണ്ടും വീണ്ടും അദ്ദേഹത്തെ കാണാനായിട്ട്, ഭഗവാനെ ദർശിക്കാനായിട്ടും, ഭഗവത് നാമങ്ങൾ ഉച്ചരിച്ച് ആ രൂപത്തെക്കുറിച്ച് സ്മരിക്കാനായിട്ടും ധ്യാനിക്കാനായിട്ടും ഉള്ളതായിട്ടുള്ള കൗതുകം ആരിൽ തന്നെ വർദ്ധിപ്പിക്കുന്നില്ല. ആരിൽ തന്നെ വർദ്ധിപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ആ കൗതുകം വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അത്രത്തോളം മധുരമാണ്, അത്രത്തോളം കാന്തമാണ്, അത്രത്തോളം ആശ്ചര്യജനകമാണ്, അത്രത്തോളം പൂജ്യമാണ് അദ്ദേഹത്തിൻ്റെ ആ ശരീരം. അപ്പോൾ ഞാനും ആ വിഷ്ണുവിനെ തന്നെ, ആ ഗുരുവായൂരപ്പനെ തന്നെ നിത്യമായി കണ്ടുകൊണ്ട് അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കട്ടെ എന്ന താല്പര്യം. യത്രൈലോക്യമഹീയസോ വിമഹിതം സമ്മോഹനം മോഹനാൽ കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യസുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ.